ആയല്ലോ കളി. ഇപ്പോഴാണെന്ന് ഊരിപ്പോകാൻ പറ്റിയത്. ആ പയ്യൻ വിടുകയല്ല. അവിടേക്ക് പോ, ഇവിടേക്ക് പോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കാര്യം ചെയ്യാം. നിന്റെ മോലാളിയെ വെടിവെച്ചുവല്ലേ? ആ മുതുക്കൻ സേട്ടിന് ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നും ഇക്കണക്കിനത് വേണ്ടിവരുമെന്നാ തോന്നുന്നത്. അയ്യോ, എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട വേണ്ട. ഞാൻ പോവാൻ. ബാപ്പ ഇറങ്ങുന്നതിന് വീട്ടിൽ കണ്ണു. ഒരു സ്മാൾ അടിക്കാതെ എങ്ങനെയാടാ നിന്റെ വാപ്പായെ ഫേസ് ചെയ്യുന്നത്? ഒരു സ്മാളോട് സോഡ ഒരു വാട്ടർ സർ. വാട്ടർ സർ. നീ ജോസഫിനെ കണ്ടിരുന്നോ? ഇല്ല. ഇന്നലെ കണ്ടിരുന്നു. ഇന്നലെ വരവില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്താ പേ ചെയ്യാൻ പൈസ വല്ലതും പോരാ വരും? അതല്ല, വന്നാൽ ലളിത ഉണ്ടായിരുന്നു കാര്യങ്ങൾക്ക്. ഹലോ. എനിക്കുള്ള സമയം കൂടെ വക്കീലിനോട്. ഹലോ സാർ, അവിടെ ഉണ്ട്. പാതിയേ ഉള്ളൂ. ഒന്നും വേണ്ടെങ്കിലോ? വേണ്ട. പിന്നെന്തിനാ തന്റെ മാതിരി പോലീസുകാരനെ പോലെ വന്നു നിൽക്കുന്നേ? അയ്യോ, ഞാനൊന്നും വേണോന്ന് ചോദിച്ചില്ലല്ലോ. ഇതെവിടെ കൊണ്ടുവച്ച് കഴിക്കുന്നതിന് തന്റെ മാനേജർക്ക് കഴപ്പ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. സാർ എന്തോന്നു, ഈ സ്ഥാപനത്തിന് മോലാളി സാറിനോട് കഴപ്പൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ആര്? പിന്നെന്ത്? അല്ല, നിന്റെ മാനേജർ ആരോടോ പറഞ്ഞെന്ന് കേട്ടു, പുറത്തുനിന്ന് സാധനം കൊണ്ടുവച്ച് കഴിക്കുന്നത് ബിസിനസ് ഡള്ളാക്കുന്നെന്ന്. അങ്ങനെ പറഞ്ഞു കാണില്ല. പറച്ചു നിർത്താൻ അറിയാഞ്ഞിട്ടല്ല, തന്റെ മോലാളിയെ ഓർത്തിട്ടാ. ഞങ്ങളൊക്കെ വല്ലപ്പോഴും വന്നിങ്ങനെ ഇരിക്കുന്നതാ ഈ ഹാളിന്റെ ഒരു ഗ്ലാമർ. മനസ്സിലായോ? പോയി ആ വിവരം ആ മാനേജർ പയ്യനോട് പറഞ്ഞിട്ട് വാ. അല്ല, നമുക്കൊന്നും വേണ്ടല്ലോ. ഇവൻ നീറ്റ സുഖം. താനെന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? വെറുതെ അല്ലല്ലോ, ഞാൻ കഴിച്ചോണ്ടിരിക്കല്ലേ. ഇവൻ കോച്ചാടൂ. മനസ്സിലായല്ലോ, ഞാൻ ബ്രാൻഡിയാ കഴിച്ചോണ്ടിരിക്കുന്നത്. അത് നീ അടി. ആയ 1.5 കയ്യില് സാധനമുണ്ട്. രാഘവ, രാഘവ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു നോക്കട്ടെ. ബാറടച്ചില്ലല്ലോ? അടച്ചു. എന്താ വേണ്ടേ? ഒരു ഡബിൾ ലാർജ് കൂടെ ഇങ്ങ് ഒഴിച്ചു തന്നിട്ട് അടച്ചോളാൻ പറ. അതെ, എല്ലാരും പോയി. അതുകൊണ്ട് ഒന്നുമില്ല, എല്ലാരും പോയിന്ന് പറഞ്ഞെന്ന് മാത്രം. ഇവൻ ഇത് എവിടുന്ന് വരുന്ന? സ്വസ്ഥമായിട്ട് ഇത്തിരി വെള്ളം അടിക്കാൻ വേണ്ടിട്ടല്ലേ ഇതിനുള്ളിൽ വരുന്നത്, അല്ലാതെ പിന്നെ എവളുമാരുടെ ഈ ചാടികളി കാണാൻ വേണ്ടിട്ടാന്നാ? തനിക്കിത് കാണുന്നത് തന്നെ ഇഷ്ടമല്ലേ? എന്നല്ല, ഇന്ന് വന്ന ആ പെണ്ണ് സ്റ്റൈൽ റിയൽ ലെഗ് ബ്യൂട്ടി. സത്യം പറഞ്ഞ എനിക്ക് നിന്നോടൊന്ന് ഭയങ്കരമായ അസൂയ തോന്നിടാ മോനെ. കൊന്നു കളയാനുള്ള അസൂയ. ബാറടച്ചു. രാഘവ സർ, വരട്ടെ കാണോ രാഘവ? അങ്ങനെ പോയി കിടന്ന് ഉറങ്ങട്ടെ ജോസഫേ. ഹായ് മിസ്. ഇരിക്കൂ.
നിനക്ക് എന്റെ ഫ്രണ്ട്സിനെ പരിചയമായോ? ഇത് ഗോപി, അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോ വലിയ സുപ്രീം കോടതി വക്കീലൊന്നുമല്ല, വെറും സാധാ കേസില്ല വക്കീല്. ഇദ്ദേഹം സക്കറിയ. പണി എന്ന് പറയാൻ അങ്ങനെ പണിയൊന്നുമില്ല, തണ്ണി അടിക്കുക, അത് തന്നെയാ പണി, അല്ലേ? ഇവൻ ഹിലാൽ, പയ്യൻ, വെർജിൻ പയ്യൻ. പാപ്പാന്റെ ഉമ്മയുടെയും കണ്ണുവിട്ട് ഇറങ്ങിയിരിക്കുക നീന്തല് പഠിക്കാൻ. ഗുഡ് നൈറ്റ്. ഒന്നുമില്ല. കറിയാച്ചാ, താൻ ചിരിക്കൊന്നും വേണ്ട. കാണണോ, അവളിപ്പോ അവളുടെ ഒറിജിനൽ വേഷത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നേ. പോട്ടെന്റെ ജോസഫേ, അവക്ക് അവിടെ പണിയായി വയറ്റിപ്പാടായി, നമ്മൾ എന്തിനാ വെറുതെ? അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങേര് വിളിച്ച ഉടനെ അവളിഞ്ഞിറങ്ങി വരാനിരിക്കും. ഇവളല്ല, ഇവളെ പോലെ 50 എണ്ണം വരും. അവക്ക് ഇവിടുന്ന് ഈ നായിന്റെ മക്കൾ എന്താ കൊടുക്കുന്നതെന്നാ തന്റെ വിചാരം? എന്റെ അപ്പന്റെ തുണിപ്പീടിക തുണി മടക്കി കൊടുക്കാൻ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അതിലും കൂടുതൽ കാശ് കിട്ടുന്നുണ്ട്. ഇവൻ പറഞ്ഞു വിട്ടാ ഞാൻ പറയും, വാടി വന്നെന്റെ അപ്പന്റെ പീടിക നിന്നോളാൻ. എന്നാ പിന്നെ ഒരു പുടവ് കൊടുത്തങ്ങ് വിളിച്ചോണ്ട് പോണം. വെള്ളം അടിച്ചോണ്ട് വാചകം. എനിക്ക് വേണമെങ്കിൽ ഞാൻ അവളെ ഇപ്പൊ ഇവിടെ വരുത്തു. നിന്നെയൊക്കെ അതാണോടാ പറയേണ്ടത്. വിഷുക്കണി കാണാൻ വന്നിരിക്കുന്നു, 15 രൂപയുടെ ടിക്കറ്റ് എടുത്തോണ്ട്. എങ്ങനെ കാണണമെന്നാ പറയുന്നത്? എങ്ങനെ വേണമെന്നോ? എന്നാ വിഷു? നാളത്തരം കഴിഞ്ഞാൽ വിഷുവായി ആണല്ലോ. എന്റെ കൂടെ ആർക്കൊക്കെ വരാൻ ധൈര്യമുണ്ട്? വന്നാലോ? വന്നാ ഞാൻ സ്റ്റൈലായിട്ട് കണി കാണിച്ചു തരാം. ഒരു 3-4 സുന്ദരി പെൺകുട്ടികള് അതിരാവിലെ വന്ന് വിളിച്ചുണർത്തി കണ്ണു തിരുമ്മിച്ച് നോക്കിക്കണം. അതായിരിക്കണം കണി. അവളുമാര് തരുന്ന കൈനീട്ടമായിരിക്കും കൈനീട്ടം. ചുമ്മാ ഡ്രീംസ് കാച്ചാലെന്താ ആശാനെ? ഡ്രീംസ് ഒന്നും അല്ലുവാ, നടത്തി കാണിച്ചു തരാം. അതെ. അപ്പോഴോ ഇത് എങ്ങനെ സാധിക്കുമെന്ന്? അതെന്തിനാ താനിപ്പോ അറിയുന്നേ? കാശുണ്ടെങ്കിൽ എന്താ ഈ രാജ്യത്ത് സാധിക്കാത്തത്? ഇതിനപ്പുറത്തെ കാര്യങ്ങൾ സാധിക്കുന്നു. അല്ല, അതെ ജോസഫ് കുട്ടി, നീ വിചാരിച്ച പലതും സാധിക്കുമായിരിക്കാം. പക്ഷേ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ ഫാന്റസി എങ്ങനെ എവിടെ വെച്ച് സാധിക്കുമെന്ന് അറിഞ്ഞിട്ട് പോകുന്ന കാര്യം തീരുമാനിക്കാന്ന് വെച്ചിട്ടാ. അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു സമാധാനം. എങ്കി പറയാം. മാളുവമ്മയുടെ അവിടെ പോകും. എങ്കിൽ സമ്മതിച്ചു. ആരേ മാളുവമ്മ? ആരാ ഈ മാളുവമ്മ? സക്രിയ പോയിട്ടുണ്ടോ അവിടെ? പോയിട്ടൊക്കെ ഉണ്ട് പണ്ടെങ്ങോ, പക്ഷെ ഓർമ്മയില്ല, പൂസായി പോയി. അന്ന് കാറി കിടന്നുറങ്ങി. ഞാൻ വേണോ? താൻ വേണം. അല്ല, വെറുതെ എന്തിനാ ഈ പട്ടി ചന്തയ്ക്ക് പോണ പോലെ? താൻ വേണം. കറിയാശം ഇല്ല പിന്നെ കളിയാ. ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ തുടങ്ങി. ഇത് നിനക്ക് കിട്ടുന്ന വലിയൊരു ചാൻസ് ആടാ കൊച്ചനെ. വെർജിനിറ്റി ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒക്കേഷനാണ് വിഷു. പിന്നെ ഇക്കാര്യത്തിനൊരു മുട്ടുവരികയല്ല. അതെ, എന്റെ കാശ് കുറവാണ്. ഒട്ടുമില്ല. തീരെ ഇല്ലാതില്ല. അതൊക്കെ മതിന്നേ. പോരാതെയാണെങ്കിൽ നീ ശമ്പളക്കാരനല്ലേ, കിട്ടുമ്പോ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കേവലമായിട്ടൊരു വിഷുകണി ഉണ്ടാകുമ്പോ ഓരോ ചെറ്റ വർത്തമാനങ്ങളും. അല്ല, തനിക്ക് നാളെ കോടതി പോണ്ടേ? പോയാലിപ്പോ പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, അവിടെ ചെന്നിട്ട് പരിഭവവും പിണക്കവും ഒന്നും ഉണ്ടാകരുത്. ഗൗരിക്കുട്ടി എന്റെ ആയിരിക്കും. സത്യത്തിൽ ആ ഒരൊറ്റ ഇൻട്രസ്റ്റിലാ ഞാൻ വരുന്നേ. കാമുകയാ? ഞാനിതേവരെ ആളെ കണ്ടിട്ടില്ല. കക്ഷി 3-4 ദിവസം ആയിട്ടില്ല അവിടെ എത്തിയിട്ട്. എടഞ്ഞിട്ടുള്ള നിപ്പ നമ്മുടെ വിഷ്ണുംബരല്ലേ, സിനിമ പ്രൊഡ്യൂസർ, അയാളെ കണ്ടു. അയാള് പറയുന്നേ അവൾ എസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അങ്ങേരുടെ അടുത്ത പടത്തിലെ ഹീറോയിൻ ആക്കുമെന്ന. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും കൂടെ അതും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെങ്കിലും വളച്ചെടുത്തോളാം. അല്ല, നിങ്ങൾക്കും ആർക്കും കമ്പനി ഇല്ലാതിരിക്കേണ്ടി വരില്ല. പിന്നെന്താ? പോവാം 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 പോവാം. ശരിക്കും ഹിലാൽ എവരോട്ട് അറിയോ? ജോസഫേ,
ഫിറ്റായെന്ന് തോന്നുകയോ ഉറക്കം വരികയോ ചെയ്യുകയാണെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് കണ്ണടച്ചോളാം ആ, പോ